ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയറും പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. രണ്ട് വീഡിയോ ഒരുമിച്ചാക്കിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഇത് എടുത്ത് വെച്ചിട്ട് ഒരു മാസത്തോളമായി. ഇന്നാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ പോയ സമയത്ത് എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിലും ഉള്ള വീഡിയോ, രണ്ട് വീഡിയോയും കൂടി ഒരുമിച്ചാക്കിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി വെട്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5 ഇഞ്ച്, ഒരു 2 ഇഞ്ചോളം നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കട്ട് ചെയ്യുന്ന ഒരാളാണ്. നീളം വയ്ക്കും, വീണ്ടും കട്ട് ചെയ്യും, വീണ്ടും നീളം വയ്ക്കും, വീണ്ടും കട്ട് ചെയ്യും, അങ്ങനെ കേട്ടോ. എനിക്ക് എന്താ പറയുക, ചില സമയത്തൊരു പ്രാന്താണ് മുടി വെട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ വെട്ടും, പിന്നെ തോന്നും വെട്ടണ്ടായിരുന്നു എന്ന്, അങ്ങനെയൊക്കെയാണ്. എന്തോ മാലാന്റെ കേലുകളൊക്കെ അബ്ബർ പൊറ്റത്ത് കൊണ്ടുവന്നതാണ്. പൊട്ടിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ അവരും ഫോൺ ഓണാക്കി, ക്യാമറ ഓണാക്കി കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മൈലാഞ്ചിയില പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇതുപോലെ പറയലാണ്. അപ്പോൾ ഭാവിയിൽ അവരും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഒക്കെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ പിള്ളേരാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ മൈലാഞ്ചിയില മാത്രം അരച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. മാത്രം എന്ന് വെച്ചാൽ മൈലാഞ്ചിയില മാത്രമല്ല, ചെമ്പരത്തിയിലയും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഇടുന്നത്. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. മടിയെന്നല്ല, ഒട്ടും ഒന്നിനൊരു ഉഷാറില്ല. അത് കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചായപ്പൊടിയും അങ്ങനെ നെല്ലിക്കാപ്പൊടി അങ്ങനെ എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഹെന്ന ചെയ്യാറ്. പിന്നെ നമ്മൾ മൈലാഞ്ചിയിലയും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയിലയും ഒരുമിച്ച് മിക്സ് ചെയ്ത് അരച്ചിട്ടാണ് നമ്മളിന്ന് വെറുതെ ഹെന്ന ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ തലയിൽ നന്നായി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ റിവ്യൂസൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ധാരണയോ മുടി കൊഴിച്ചിലോ അകാലനര, അതുപോലെ തന്നെ ഉറക്കില്ലായ്മ, മുടി തീരെ വളരാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഓയിൽ വാങ്ങി യൂസ് ചെയ്തോളൂ. നല്ല റിസൾട്ട് ഉണ്ട്. റിവ്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇവിടെ ടോമി കിടന്ന് ഇങ്ങനെ കുരയോട്ടോ. അവൻ്റെ കാര്യം പറയാൻ വയ്യ. അത് കാരണം ഒരു വീഡിയോ എടുക്കാനായിട്ടൊരു രക്ഷയില്ല. ഇപ്പം ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കണത്. അപ്പോൾ ഞാൻ എന്താ അവിടെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സി ജാറിലിട്ട് അരയ്ക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എഗ് വൈറ്റും കൂടി ചേർത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് അടിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. വീട്ടിൽ ഇതിൻ്റെ എന്താ പറയുക, ഇന്നലെയാണ് ഞാൻ വീട്ടിലേക്ക് ചെന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഭയങ്കര തലവേദനയുണ്ട്. പിന്നെ അമ്മ പറഞ്ഞ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ തലവേദനയ്ക്ക് കുറവുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എണ്ണ തേച്ചതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എണ്ണയും കൂടി ഇട്ട് കളയാൻ, എന്തായാലും തലവേദനയാണല്ലോ, കൂടട്ടെ കുറയട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇട്ട് പിന്നെ കഴുകി കളയാനുള്ളൊരു മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേഗം അടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ടാണ്. മുടിക്ക് ഒരു വളമാണ് കേട്ടോ, ശരിക്കും പറഞ്ഞ ഒരു പ്രോട്ടീനാണ് മൈലാഞ്ചിയിലൊക്കെ. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഹെയർ പാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പ് മുതൽ നമ്മുടെ മുടിയുടെ എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. പിന്നെ ഒരു ലെമണിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ താരനൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മളെപ്പോൾ ഒരു ഹെയർ പാക്ക് ഇടുകയാണെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ചെയ്യാനുള്ള മൂടുള്ളൂ. ഇവിടെ ആകുമ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ എപ്പോഴും ഓടി ചാടി നടക്കല്ലേ, വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്നിനും ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, ചില ദിവസങ്ങളിൽ ഒട്ടും മൂടുണ്ടാവില്ല, ചില ദിവസം കുറച്ച് കുഴപ്പമില്ലാത്ത ദിവസങ്ങളായിരിക്കും. എന്നാലും ഇങ്ങനെ ഹെയർ പാക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് പറ്റുള്ളൂ. കാരണം കുറച്ച് നേരം ഹെയർ പാക്ക് വെക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നീരിറക്കൊന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊരു 10-20 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അരമണിക്കൂർ കറക്റ്റ് വെച്ചില്ല. കാരണം ഞാനിത് തലയിൽ പറ്റി കണ്ടപ്പോൾ തൊട്ട് അമ്മ ചീത്ത പറഞ്ഞു തുടങ്ങി, ഇനി ഇത് വെച്ചിട്ട് ഇനി വല്ല അസുഖം വരണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമൊക്കെ മാസത്തിൽ ഞാൻ എല്ലാ മാസത്തിലും ഒരു ദിവസമെങ്കിലും ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തീരെ ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെ പറയാം കേട്ടോ. കല്യാണത്തിന് മുന്നേ അത് എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ മാസത്തിലെല്ലാ പ്രാവശ്യവും ഞാൻ ഹെന്ന ചെയ്യാറുണ്ട് കേട്ടോ. ഹെന്ന എന്ന് മാത്രമല്ല, നമ്മുടെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം, ഞാൻ മിക്കപ്പോഴും ഹെയർ പാക്ക് ഇടുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് അതിനുള്ളൊരു മൂഡില്ല കേട്ടോ, അതാണ് സംഭവം.
അത് കഴിഞ്ഞ് നമ്മളിതാ പിറ്റേ ദിവസം ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു ഇത് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു മാസമായി. എൻ്റെ എന്താ പറയുക, എനിക്കൊരു മൂഡില്ലാത്ത കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ പോകുമ്പോൾ ഉണ്ണീനെ എഴുത്തിനിരുത്താനായിട്ട് തിരുവള്ളക്കാവിൽ കയറുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ഇരിക്കണത്. അപ്പോൾ അതാ നല്ല മഴ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ, വലിയ സീനൊന്നും ഇല്ല. അപ്പോൾ ഇനി അമ്പലം എത്തുമ്പോൾ എങ്ങനെയായിരിക്കും, മഴ പെയ്യോ ഇല്ലയെന്നൊന്നും അറിയില്ല. ചെറുതായിട്ടുള്ളൂ. ഭാഗ്യത്തിന് ഞങ്ങൾ എടുത്തപ്പോഴേക്കും മഴ തോർന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ എത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പെട്ടി വണ്ടിയിൽ തന്നെയാണ് കേട്ടോ കൂടുതലും എൻ്റെ വീട്ടിലേക്കൊക്കെ പോവാറ്. കാരണം നമുക്കിപ്പോൾ ബൈക്കുമ്പോൾ എല്ലാ പിള്ളേരും കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ കാർ വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് പെട്ടി വണ്ടിയിൽ പോകാൻ നാണാവില്ല എന്നൊക്കെ. നാണാവാനായിട്ട് ഇപ്പം എന്താ, എനിക്കാണ് നാണമെന്നില്ല. കാരണം നമ്മളത് 5-6 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ്. വേണമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ പൈസയ്ക്ക് കാർ എടുക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും 10 പൈസ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടി വണ്ടി ആയിട്ട് എടുത്തത്. ഭാവിയിൽ കാർ എടുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ദൈവം എന്തെങ്കിലും വഴി കാട്ടി തരികയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കും. കാരണം ഞങ്ങൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ 3 പിള്ളേരുണ്ട്, 4ാമത് ഞാൻ പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ ദൈവം സഹായിച്ച് കാർ എടുക്കണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് പറഞ്ഞത് ചിലർ ചോദിക്കാറുണ്ട്, അത് കാരണമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇപ്പോൾ ന്യൂസ് പട്ടുപാവാട, വേറെ പട്ടുപാവാട ഉണ്ട് അവൾക്ക്. അപ്പോൾ ഇതന്നെ ഇടണം അവൾക്ക് നിർബന്ധമായ കാരണമാണ് കേട്ടോ ഇതന്നെ ഇട്ട് കൊടുത്തത്. ഇതിന് മുന്നേ ഞങ്ങൾ വേറെ അമ്പലത്തിലേക്കൊക്കെ പോയി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആച്ചപ്പോൾ ഭയങ്കര വാശി കൂടുതലാണ്. അപ്പോൾ ഞങ്ങളത് അമ്പലത്തിൽ കയറി. അപ്പോൾ ഏട്ടനാണ് കേട്ടോ അവളെന്നെ എടുത്തിരുത്തണത്. അപ്പോൾ എനിക്കാച്ചാൽ നിന്നിട്ട് വയ്യാണ്ട്, അതായത് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഛർദി ഇല്ല, എന്നാലേക്ക് ഗ്യാസിൻ്റെ പ്രശ്നം, കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുത് വന്നിട്ടാണ് ഇവിടെ എഴുത്തിനിരുത്തുക തിരുവള്ളക്കാവിൽ. എല്ലാ ദിവസവും എഴുത്തിനിരുത്തണ ഒരു അമ്പലം ഉണ്ടെങ്കിൽ അത് തിരുവള്ളക്കാവാണ്. വേറെ അമ്പലങ്ങളിൽ അങ്ങനെ ഇരുത്തുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെയാണ് എല്ലാ സ്വത്തുട്ടിനും പാറുട്ടിക്കും ഒക്കെ എഴുത്തിനിരുത്തിയത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ആളുടെ മോതിരം എടുത്തിട്ട് നാക്കുമ്പോൾ അങ്ങനെ എഴുതും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുതിപ്പിക്കുക. അപ്പോൾ പൊന്നിനോട് പറയാൻ പറഞ്ഞിട്ട് പൊന്നു പറഞ്ഞൊന്നുമില്ല. പൊന്നിന് നാളായിട്ട് പൊന്നൊന്നും മിണ്ടാണ്ടിരുന്നു കേട്ടോ. പിന്നെ വലിയ കുറുമ്പൊന്നുമില്ല കേട്ടോ ആൾക്ക്. നല്ല കുട്ടിയായിട്ടിരുന്നു. ഹരി ഹരി ശ്രീ ഗ ന ആ ആ യേ ന മ ആ ആ ഇ ഈ ഓ ഓ ര ഇലു എ ഐ ഓ ഓ ഔ അം അ ക ഖ ഗ ഖ. അങ്ങനെ എഴുത്തിനിരുത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പറ വെക്കണം നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ പറ വെച്ചു കേട്ടോ. ഇനി എപ്പോഴും നമുക്ക് പോകാൻ പറ്റും, ഓടി പോകാൻ പറ്റില്ല. അതായത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ എളുപ്പമാണ്, പോണ വഴിയിലാണ് തിരുവള്ളക്കാവ്. പക്ഷേ ഇവിടെ നിന്ന് അത്ര ദൂരം പോവാൻ എളുപ്പമല്ല. അപ്പോൾ ഞാൻ സ്വത്തൂട്ടിൻ്റെ കയ്യിലാണ് കേട്ടോ വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ ഫോൺ നേരെ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. എന്നാലും കുഴപ്പമില്ല, കിട്ടി, കുറച്ചെങ്കിലും കിട്ടി. സാധാരണ അവൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കിട്ടാറില്ല. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം തന്നെ പിള്ളേർ വാശി പിടിച്ചു തുടങ്ങി. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല. കാരണം അമ്പലത്തിക്കല്ലേ പോണേ. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങി ചായ വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നൂസ് വെശക്കുന്നുണ്ടെന്നുള്ളതിന് വെക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറയാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും തൃശ്ശൂർ കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിയ്യൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറാറൊരു ഹോട്ടലുണ്ട് കേട്ടോ, നിള്ളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറി വെച്ച് എല്ലാവരും ഓർഡർ ചെയ്തു കേട്ടോ മസാല ദോശ. അവരെന്നെ പോലെയാണ് മസാല ദോശ ഫാൻസാണ് കേട്ടോ 3 പേരും. ഞാൻ ചെറുപ്പം മുതൽ എവിടെ കൊണ്ടുപോയാലും എന്നോട് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മസാല ദോശയാണ് കേട്ടോ പറയാം. അതേപോലെ തന്നെയാണ് അവരും. അവരെ കടയിൽ കയറ്റി കഴിഞ്ഞ് ഫസ്റ്റ് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസാല ദോശ ഉണ്ടോയെന്നാണ് ഫസ്റ്റ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതപ്പോൾ മസാല ദോശ ഉണ്ട്. അപ്പം ഇവിടുത്തെ മസാല ദോശ, ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിളാന്നാണ് ഹോട്ടലിൻ്റെ പേര്, വിയ്യൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കഴിക്കുകയാണ്. അവർ കഴിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം ഓരോ കറികളിലും മുക്കി കഴിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ പിള്ളേർ കഴിക്കണ പിള്ളേരാകുമ്പോൾ നമുക്കത് വാങ്ങി കൊടുക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം.